This is recycle. You have proof. I'll give you. No. Oh, I bought it. Look at my proof. I have proof. I have proof. I buy that. I have proof. അച്ചു വാ വേണ്ട വാ. അച്ചു. ഇതൊക്കെയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് UK ഗവൺമെൻറ്റിന് കൊടുക്കാൻ നേരത്ത് UK ഗവൺമെൻറ് തരുന്ന സേഫ്റ്റി. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് പോയി കിടക്കുന്നു, അവിടെ നിങ്ങൾ കാശുണ്ടാക്കിയിട്ട് പകുതി കാശോടെ ടാക്സ് ആയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു, അവിടുത്തെ ഗവൺമെൻറ് തരുന്ന ഇതുപോലത്തെ സേഫ്റ്റി ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാശുണ്ടാക്കാൻ വേണ്ടി പലരും പല കാര്യങ്ങളും ചെയ്യും, പക്ഷേ നമ്മുടെ ജീവനില്ലെങ്കിൽ പിന്നെ ഈ കാശുണ്ടാക്കിയിട്ട് എന്തിനാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UK പോയ പല ആൾക്കാരും കാശുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ UKയുടെ അവസ്ഥ ഇപ്പോൾ പണ്ടത്തെ കണക്കല്ല. കാശുണ്ടാക്കിയവരൊക്കെ അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാനുള്ള പരിപാടികളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുവാണ്, നിങ്ങളൊരു 5 വർഷത്തിനുള്ളിൽ UK നിന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അധോഗതിയാണ്. കാരണം അത്രത്തോളം വേഴ്സ് ആൻഡ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയുള്ള കാശുള്ളവരുടെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനൊക്കെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഡെയിലി അവിടെ നടക്കുന്നതാണ്. അവരൊക്കെ അവരുടെ ഫാമിലിയായിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും പതുക്കെ കൊണ്ടെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് മൊത്തത്തിൽ മൂവ് ചെയ്യാൻ നോക്കുക, കാശുണ്ടാക്കുക. ആയ കാലത്ത് അവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയും രക്ഷപ്പെടും. അത്ര എനിക്ക് പറയാനുള്ളൂ.